രോമാഞ്ചം എന്ന് പറയുന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ജിത്തു മാധവൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആവേശം എന്നുള്ളത്. എന്തായാലും ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഈ ഒരു ആക്ഷൻ കോമഡി സിനിമ ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഫഹദ് ഫാസിലായിരുന്നു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിൻ്റെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 3 യുവാക്കൾ അവർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് എത്തിപ്പെടുകയാണ്. അവിടെ വന്നതിന് ശേഷം ആ കോളേജിലൊക്കെ ചേർന്നു. അതിനുശേഷമാണ് അറിയുന്നത് ഇവിടുത്തെ ക്യാമ്പസിൽ കുറച്ച് സീനിയേഴ്സ് ഉണ്ട്. യൂഷ്വലായിട്ട് അതറിയാം നമുക്ക്. എന്തായാലും അവരുടെ ഭാഗത്തു നിന്നും ഈ 3 വിദ്യാർത്ഥികൾക്ക് ഇവരൊരു ഘട്ടത്തിൽ സുഹൃത്തുക്കളാകുന്നുണ്ട്. ഇവർക്ക് മോശമായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസുകളൊക്കെ നേരിടുകയാണ്. അപ്പോൾ ഇവർക്ക് ഒറ്റ വാശിയുള്ളൂ, ഇവരോട് എങ്ങനെയെങ്കിലും ഇത് റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഇവർക്ക് ഒരു തോന്നലിലേക്ക് എത്തുകയാണ്. എന്നാൽ ഇവർക്ക് അതിനൊട്ട് സാധിക്കത്തുമില്ല. കാരണം ആൾബലം കൊണ്ടും മാനസിക ബലം കൊണ്ടും തന്നെ ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ഇവരെ ഏറ്റുമുട്ടാനുള്ള ഒരു കെൽപ്പ് എന്തായാലും ഈ 3 സുഹൃത്തുക്കളില്ല. അങ്ങനെ അവർ ആ ഒരു ബാംഗ്ലൂരിലെ കുറച്ച് ലോക്കൽ സപ്പോർട്ടേഴ്സിൻ്റെ സപ്പോർട്ട് തേടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങൾ ചിത്രം കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. നിങ്ങളിപ്പോൾ തിയേറ്ററിൽ പോയിട്ട് ഒരു 100-150 രൂപ കൊടുത്ത് ഈ ഒരു ചിത്രം കാണാൻ കയറിയാൽ ആ കൊടുത്ത പൈസ വസൂലാക്കി തരുന്ന ഒരു ചിത്രം തന്നെയാണ് ആവേശം എന്നുള്ളത്. കാരണം ആദ്യമേ പറയേണ്ടത് ഈ ഒരു സിനിമയുടെ സംവിധായകനെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എക്സിക്യൂഷൻ, അദ്ദേഹം ആ ഒരു റൈറ്റ് ചെയ്തു വെച്ച രീതി എന്നൊക്കെയുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം എടുത്ത ഈ ഒരു കഥ എന്നുള്ളത് വലിയ മാരകമൊന്നുമല്ല. നമുക്ക് ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു ടോട്ടാലിറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. എങ്കിൽ കൂടി യാതൊരു ബോറടിയില്ല. പ്രേക്ഷകരെ ആവേശത്തിൽ ആഴ്ത്തി തന്നെയാണ് അദ്ദേഹം സ്റ്റാർട്ട് ടു എൻഡ് ഇരുത്തുന്നതെന്ന് പറയാൻ സാധിക്കും. അതിനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എഴുത്തിനുള്ളിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ, നല്ല എലമെൻറ്റ്സ്, പ്രേക്ഷകരെ അക്ഷമയോടെ നോക്കിയിരുത്തുന്ന അല്ലെങ്കിൽ കൈയടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് മൊമെൻറ്റ്സ് അദ്ദേഹം ആ എഴുത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ പറയേണ്ടത് ഈ ഒരു സിനിമ ഒരേ സമയം കോമഡിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക കോമഡിയാണ്. സ്റ്റാർട്ട് ടു എൻഡ് കോമഡിയാണെന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ ചില സീരിയസ് സിറ്റുവേഷനൊക്കെ എത്തുന്ന സന്ദർഭങ്ങളിലാണെങ്കിൽ കൂടിയും നമുക്ക് ചിലപ്പോൾ കരയാൻ തോന്നും. എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ വരുമ്പോഴത്തേക്കും കരയണോ അതോ ചിരിക്കണോ ആ ഒരു രീതിയിലേക്ക് പ്രേക്ഷകർ പോവുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഉടനീളം ഹ്യൂമറുള്ള ഒരു സിനിമയാണ്. എന്നാൽ കേവലം കുറച്ച് ഹ്യൂമറൊക്കെ വെച്ച് മാത്രം പോകുന്ന സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നല്ല രീതിയിലുള്ള മാസും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രേക്ഷകരെ അത്യാവശ്യം എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന ആ 2 എലമെൻറ്റ്സും പ്രോപ്പറായിട്ട് എഴുത്തിൽ വർക്കൗട്ട് ആക്കിയിരിക്കുന്ന ഒരു സിനിമ എന്ന് തന്നെ ആവേശത്തെ പറയാൻ സാധിക്കും. കൂടാതെ പെർഫോമൻസ് എന്നുള്ളൊരു കാര്യം എടുത്തു പറയണം. ഫഹദ് ഫാസിലിനെ മാത്രമല്ല കേട്ടോ പറയണ്ടേ. കാരണം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ അതാണ് ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത. കുഞ്ഞി താരങ്ങൾ, അത് എടുത്തു പറയേണ്ടത്. ഇതിൻ്റെ അകത്തൊരു എനിക്ക് പേര് പോലും അറിയത്തില്ല, 2 ബംഗാളി താരങ്ങളെ കൊണ്ടുവെക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് പോലും ഇൻ്റർവെൽ എനിക്ക് തോന്നുന്നു അവർക്കായിരിക്കും കൂടുതൽ കയ്യടി കിട്ടുക. ഇൻ്റർവെൽ ബ്ലോക്ക് ഒരു നെടുനീള 5 സീക്വൻസ് ആണ് കൊടുക്കുന്നത്. നമുക്ക് പേര് പോലും അറിയത്തില്ല. ഇതിനു മുമ്പ് വേറെ ഒരു സിനിമയെ പോലും കണ്ടിട്ടില്ലാത്ത കുറച്ച് ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ച്, ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചിട്ട് കുറച്ച് പരിപാടിയൊക്കെ കാണിച്ചിട്ട് കയ്യടി വീഴ്ചയാണ് ആ ഒരു ഇൻ്റർവെൽ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് മാജിക്കുകൾ ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ട്. അതായത് ഇപ്പം എഴുത്തിൽ ആ കഥാപാത്രങ്ങൾ എഴുതി വെച്ച വിധം കൂടി നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുടക്കം തൊട്ട് തന്നെ ഈ രംഗയ്യ ആരാണ് ഇവൻ ശരിക്കും എന്താണ് സംഭവം നമുക്ക് പിടിയിട്ടില്ല. എന്നാൽ അങ്ങനെ ആ ഒരു ചോദ്യചിഹ്നം നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോഴത്തേക്കും അവസാനത്തെ ആ ഒരു അരമണിക്കൂർ ക്ലൈമാക്സ് രംഗങ്ങൾ എത്തുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഈ ക്യാരക്ടർ ഇതാണ് പ്രോപ്പറായിട്ട് സംഭവം. അത് ഡയറക്റ്റായിട്ട് പറയുന്നില്ല, ഇൻഡയറക്റ്റായിട്ട് കുറേ കാഴ്ചകളിലൂടെയൊക്കെയാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് രംഗയ്യ എന്ന് പറയുന്ന ആ ഒരു ഫഹദ് ഫാസിൽ ക്യാരക്ടറിനോട് ഒരുപാട് അടുപ്പം തോന്നും. അല്ലെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ മുഖം മറക്കില്ല. അങ്ങനെയുള്ള ഒരുപാട് മാജിക്കുകൾ ആ ഒരു എഴുത്തിലൂടെയും എക്സിക്യൂഷനിലൂടെയും ഒക്കെ തന്നെ വർക്കൗട്ട് ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പെർഫോമൻസ് വൈസിലും എല്ലാവരും കിടിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ സീനിയർ ആയിട്ടുള്ള താരങ്ങൾ ഉൾപ്പെടെ ഈ കുഞ്ഞി താരങ്ങൾ വരെ അന്യായ പെർഫോമൻസ് കാണിച്ചിരിക്കുന്ന ഒരു സിനിമയെന്ന് പറയാൻ സാധിക്കും. കൂടാതെ നമ്മളുടെ ആ ഒരു സാജൻ ഗോപു, നമ്മളുടെ ഇതിൻ്റെ അകത്തൊക്കെയുള്ള, നമ്മുടെ രോമാഞ്ചത്തിൻ്റെ അകത്തൊക്കെയുള്ള സാജൻ ഗോപു ഈ ഒരു സിനിമയ്ക്കുള്ളുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ എടുത്തു പറയണം കേട്ടോ. കാരണം നമ്മളുടെ നായകൻ്റെ ഒരു റൈറ്റ് ഹാൻഡാണ്, ഒരു പക്ക കട്ട റൈറ്റ് ഹാൻഡ് എന്ന് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് പ്രേക്ഷകർക്ക് തരുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട, സുഷൻ ശ്യാമിൻ്റെ മ്യൂസിക് തീർച്ചയായിട്ടും പ്രതീക്ഷ പോലെ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിലിരുന്ന് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് നിന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ വിവേഹർഷൻ, അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് കാഴ്ചകളൊക്കെ പറയണം. കാരണം നമുക്ക് അങ്ങനെ വലിയ മുഷിപ്പൊന്നും സിനിമയ്ക്കില്ല, ഉള്ളിലില്ല. അത്രയും നല്ല ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം, വലിയ മുഷിപ്പില്ലാത്ത രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് വർക്കൊക്കെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ സമീർ താഹിറിൻ്റെ ഛായാഗ്രഹണമായിട്ട് എല്ലാം കൊണ്ടും ടെക്നിക്കൽ സൈഡിലും അത്യാവശ്യം ബ്രില്യൻസ് പുലർത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ എനിക്ക് അകത്ത് കൂടി തോന്നിയത്, ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടു തീർത്തപ്പോൾ ഇൻ്റർവെല്ലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് നൽകി. എന്നാൽ
എന്നാൽ പിന്നീട് അങ്ങോട്ട് സിനിമ സഞ്ചരിക്കാൻ വേണ്ടി കുറച്ച് പാടുപെടുന്ന പോലെ, അല്ലെങ്കിൽ ഈ കഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയ പോലെ, അല്ലെങ്കിൽ എഴുത്തിലൊക്കെ ഇച്ചിരി ഇങ്ങനെ കൊണ്ടുപോകും എന്നൊക്കെ തോന്നിയ പോലെയുള്ള റൈറ്റിംഗ് നടത്തിയ പോലെ കുറച്ചൊക്കെ തോന്നി. പക്ഷേ അതുകൂടി ആ ക്ലൈമാക്സിലെ ഒരു അരമണിക്കൂർ രംഗങ്ങൾ മാറ്റി തരുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ അത് നമ്മൾ ഇൻ്റർവെൽ കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു ലെവലിലോട്ട് അങ്ങ് സിനിമ എത്തുന്നില്ലോ എന്നൊക്കെ കുറച്ചിടങ്ങളിൽ നിങ്ങൾക്ക് തോന്നിക്കും. പക്ഷേ ആ ഒരു ട്രാക്കിലേക്ക് തന്നെ ക്ലൈമാക്സ് കൊണ്ട് എത്തിക്കാനും സംവിധായകനെ സാധിക്കുന്നുണ്ട്. സോ ഡീസൻറ്റ് വാച്ച് ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല ആരും കണ്ടിട്ട് അത് ഇത് എന്തൊട്ട് മോശം പടമാണെന്നും പറയുമെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ ഒരു സിനിമ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്നത് ഇപ്പോൾ രോമാഞ്ചം സിനിമയുടെ ഒക്കെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. അത് കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരു ഹൗസ്ഫുൾ ഷോയിൽ പോയിരുന്ന് അടിച്ച് പൊളിക്കാനുള്ള സിനിമയാണ്. ഓക്കെ, അത്തരത്തിലുള്ള മാജിക് തന്നെയാണ് ഇവിടെയും. നിങ്ങൾ കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ഈ വീക്കെൻഡ് അല്ലെങ്കിൽ നല്ല ഹൗസ്ഫുൾ ഷോ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ക്രൗഡായിട്ടുള്ള ഒരു ഷോ നടക്കുമ്പോൾ അതിലേക്ക് നിങ്ങൾ പോവുക, എന്നിട്ട് പോയിരുന്ന ഓളം വെക്കാൻ വേണ്ടിയുള്ള മൈൻഡിൽ പോവുകയാണെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. സോ ഒരു 7.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്, 10 ൽ ഒരു 7.5. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ബൈ.